ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ മല്ലോസ്. അപ്പോൾ ഇന്നൊരു സാഡ് ന്യൂസാണ് എല്ലാവരും കണ്ടിരിക്കും. എയർ ഇന്ത്യയുടെ 787 ക്രാഷ് ആയിട്ടുണ്ട് അഹമ്മദാബാദ് ടു ഗ്യാത്വിക് ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റാണ്. അപ്പോൾ എന്തായാലും ദാരുണമായ സംഭവമായിപ്പോയി. അപ്പോൾ അതിൽ കുറേ ന്യൂസ് ചാനൽസൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ DGCA സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ എൻ്റെ CVRും FTR ഒക്കെ റീഡ് ഔട്ട് ചെയ്താൽ ഇനി കറക്റ്റ് എന്താണ് റീസൺ എന്ന് അറിയത്തുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് അറിയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ഓഫ് കഴിഞ്ഞ് മിനിറ്റുകളിൽ തന്നെ അത് ക്രാഷായി. അതിന് മേഡ് ഡിക്ലെയർ ചെയ്തു ക്യാപ്റ്റൻ. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത് ആക്ച്വലി ടേക്ക് ഓഫ് കഴിഞ്ഞതിന് ശേഷം അതിന് ത്രസ്റ്റ് ഇല്ലാതെ അതിന് സ്റ്റോൾ ആവുന്ന കണക്കാണ് വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാലേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിദഗ്ധന്മാർ വന്ന് പറയുന്നുണ്ട് എന്താണ് 6 മാസം മുന്നേ അതിൽ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് എന്നും ഓരോ ഡിഫക്ട്സ് ഉണ്ടാകും. അതായത് ഇന്ന ഫോൾട്ട്, ഇന്ന കമ്പോണൻറ്റ് ഫെയിൽ, അല്ലെങ്കിൽ ഇന്ന ഡിഫക്റ്റ്, ഇന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഒരുപാട് ഡിഫക്റ്റ് എന്നും ഉണ്ടാവും. എഞ്ചിനെ സംബന്ധിച്ചുണ്ടാവും, ഏവിയോണിക്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പല ഫേസസിലുള്ള ഡിഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ആ എയർക്രാഫ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആരാണോ അവരത് റെക്ടിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് അത് സേഫ് ആണെങ്കിൽ മാത്രമേ അതിന് ഫിറ്റ് ഫ്ലൈ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് സർട്ടിഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് ഡിഫക്റ്റ് ഉണ്ടാകുന്ന 6 മാസം മുന്നേ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. എല്ലാ ദിവസവും എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും മോസ്റ്റ്ലി ഡിഫക്ട്സ് ഉണ്ടാവാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ഡിഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യാറുണ്ട്, എഞ്ചിനീയേഴ്സ് റെക്ടിഫൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ മാധ്യമങ്ങൾ പറഞ്ഞ നമുക്ക് 6 മാസം മുന്നേ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ക്രാഷ് ആയത്. അതിലൊന്നും ഒരു ഇതുമില്ല. എല്ലാ ദിവസവും ഡിഫക്ട്സ് ഓരോന്ന് ഡിഫക്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് ഉണ്ടാവും, ഹൈഡ്രോളിക്സ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും സിസ്റ്റം ഫെയിൽ ആവാം, അല്ലെങ്കിൽ അത് ഫോൾട്ടി ആവാം, അങ്ങനെ കുറേ സംഭവങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ന്യൂസിൽ പറയുന്ന പോലെ ഒന്നുമല്ല എന്താ പറയുന്നത് ഈ കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഇതിന് വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏവിയോണിക്സ് കമ്പ്യൂട്ടേഴ്സ് എന്തെങ്കിലും ഫെയിലായി കാരണം ഇതിൻ്റെ ഒരു എൻജിൻ ഫെയിലായി കഴിഞ്ഞാൽ തന്നെയും എൻജിൻ ലിഫ്റ്റ് എന്തായാലും നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം സ്റ്റോൾ ആയിട്ടുണ്ട് എയർക്രാഫ്റ്റ്. അപ്പോൾ ഒരു എഞ്ചിൻ ഫെയിൽ ആയാലും അതിന് മറ്റേ എഞ്ചിൻ ഇതിന് ടേക്ക് ഓഫ് ചെയ്യാൻ കേപ്പബിൾ ആണ്. ഇപ്പോൾ ടേക്ക് ഓഫ് റോളിലാണെങ്കിലും ഒരു എഞ്ചിൻ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റ് കൺട്രോൾസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഒരു എഞ്ചിൻ ഫെയിൽ ആയാലും അത് ക്രാഷ് ആവത്തില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഏതെങ്കിലുമൊക്കെ അതിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടേഴ്സ് ഫെയിലായി കാണുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 2 എഞ്ചിനും ഫെയിലാണ്. 2 എഞ്ചിനും ഫെയിലാവുന്ന വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനല്ല. ബേഡ് ഹിറ്റ് വല്ലതും സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും 2 എഞ്ചിൻ ഫെയിൽ ആവാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ 2 എഞ്ചിൻ ഒരിക്കലും അറ്റ് ടൈം ഫെയിൽ ആവാൻ സാധ്യത കുറവാണ്, വളരെ കുറവാണ്. അപ്പം എൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഏവിയോണിക്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അതിൻ്റെ റിപ്പോർട്ട്സ് വന്നാലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഡിഫക്റ്റിനെ സംബന്ധിച്ച് എയർക്രാഫ്റ്റിൽ എല്ലാ ദിവസവും ഓരോ ഡിഫക്ട്സ് വരാറുണ്ട്, ഓരോ കമ്പണൻറ്റ് ഫെയിൽ ആവാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ഫോൾട്ടി ആവാറുണ്ട്. അപ്പോൾ അതിനെ എഞ്ചിനീയേഴ്സൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടാണ് ഇതിനെ സർട്ടിഫൈ ചെയ്യുന്നത്, ഫിറ്റ് ഫ്ലൈ ആയിട്ട് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും 6 മാസം മുന്നേ ഡിഫക്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ക്രാഷ് ആയെന്ന് പറയുന്നതിനൊന്നും ഒരു അർത്ഥമല്ല. ഞാനത് 24 ന്യൂസിലോ ഏതിലൊന്നിൽ കണ്ടിങ്ങനെ ആരോ ഒരു വിദഗ്ധം പറയുന്ന കേട്ടു, എന്താണ് 6 മാസം മുന്നേ എയർക്രാഫ്റ്റിൽ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, അതാണോ അപകട കാരണം എന്ന് അറിയാൻ പറ്റില്ല. 6 മാസം മുന്നേ അല്ല, നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ ഡിഫക്ട്സ് ആണ്. കാരണം 787 ഒക്കെ എന്ന് വെച്ചാൽ വലിയ എയർക്രാഫ്റ്റ് ആണ്, അതിൽ ഒരുപാട് കമ്പോണൻസ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഡിഫക്ട്സ് ഇങ്ങനെ ഉണ്ടാകും, നമ്മൾ റെക്ടിഫൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കാർ കണക്ക് തന്നെയാണ്, ഓടുന്നതിനനുസരിച്ച് ഓരോ കമ്പോണൻസ് ഫെയിൽ ആവും. അപ്പോൾ നമ്മൾ ഫെയിൽ ആവുന്നതിന് മുന്നേ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.